രാജ്ഭവനിലെ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രത്തിലെ പുഷ്പാർച്ചന സർക്കാർ പ്രത്യേകിച്ച് കൃഷി വകുപ്പ് ആ പരിപാടിയിൽ നിന്ന് പിന്മാറുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന സജീവ രാഷ്ട്രീയ ചർച്ചകൾ തുടരുകയും ചെയ്യുന്നുണ്ട്. ആ ഘട്ടത്തിൽ മന്ത്രി പി രാജീവ് നമ്മളോടൊപ്പം ചേരുകയാണ്. അതായത് അവിടെ രാജ്ഭവൻ അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്, അത് അങ്ങനെ തന്നെ തുടരും എന്നതാണ്. എന്താണ് ഈ ടോട്ടൽ ഈ സംഭവ വികാസങ്ങളിൽ അങ്ങയുടെ നിലപാട് എന്താണ്? അല്ല, ഞാൻ നേരത്തെ തന്നെ തിരുവനന്തപുരത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്, ഗവൺമെൻറ് നിലപാട് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ ഔദ്യോഗിക ചടങ്ങുകൾക്കകത്ത് നമുക്ക് ഔദ്യോഗികമായിട്ടുള്ള ഭരണഘടന അംഗീകരിക്കുന്ന സമീപനമാണ് സ്വീകരിക്കേണ്ടത്. അപ്പോൾ അതിപ്പോൾ ഒരു ഔദ്യോഗിക വസതിയാകാം, ഔദ്യോഗികമായ ഓഫീസാകാം, അവിടെ ഔദ്യോഗിക ചടങ്ങുകളാകാം, അവിടെ നമുക്ക് രാജ്യത്തിൻ്റെ പതാക അല്ലെങ്കിൽ തന്നെ നമ്മുടെ അശോകസ്തംഭം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം ഓഫീസുകളിൽ വയ്ക്കാം, CM-ൻ്റെ വയ്ക്കാം, അല്ലെങ്കിൽ ഗവർണറുടെ, പ്രസിഡൻറ്റിൻ്റെ, അതെല്ലാം തന്നെ ഔദ്യോഗികമായിട്ട് വയ്ക്കാവുന്ന കാര്യങ്ങളാണ്. മറ്റതെല്ലാം തന്നെ ഓരോരുത്തർക്കും ഓരോ ഭരണഘടനാ ചുമതല നിർവഹിക്കുന്നവർക്കും രാഷ്ട്രീയ നിലപാടുകളുണ്ടാകും. ആ രാഷ്ട്രീയ നിലപാടുകൾ അവരുടെ രാഷ്ട്രീയമായി തന്നെയുള്ള വേദികൾക്കകത്ത് പ്രകടിപ്പിക്കാം, അല്ലെങ്കിൽ അവരുടെ സ്വകാര്യമായിട്ടുള്ള വസതിയിലോ അല്ലെങ്കിൽ ആ ഭാഗങ്ങളിലോ അത്തരം കാര്യങ്ങൾ പ്രദർശിപ്പിക്കാമെന്നല്ലാതെ ഔദ്യോഗിക ചടങ്ങുകൾക്കകത്ത് ഇങ്ങനെ ചെയ്യുന്നത് ഭരണഘടനാപരമായി തെറ്റായിട്ടുള്ള നിലപാടാണ്. അത് തെറ്റായ നടപടിയാണെന്നുള്ളത് നേരത്തെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഈ പാർട്ടി സെക്രട്ടറി തന്നെ ഇതൊരു വർഗീയവൽക്കരണത്തിനുള്ളൊരു സാധ്യതയായി ഉപയോഗിക്കുന്നു പറഞ്ഞു. അങ്ങനെയാണോ? അതായത് ഒരു ഔദ്യോഗിക ചിഹ്നമല്ല എന്നുള്ളതിൻ്റെ പ്രശ്നമാണ്. എന്ന് മാത്രമല്ല, ഇതിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. അതായത് ഇതേ രീതി രാജ്ഭവൻ പിന്തുടർന്നാൽ, ഈ ഗവർണർ പിന്തുടർന്നാൽ മറ്റ് സർക്കാർ പരിപാടികളുടെ കാര്യത്തിലും സമാനമായ പ്രതിസന്ധി ഇങ്ങനെ തുടരും എന്നൊരു പ്രശ്നം കൂടി ഇതിനകത്ത്. അല്ല, സർക്കാർ പരിപാടി ഇപ്പോൾ തന്നെ കൃഷി വകുപ്പ് ഒരു മര്യാദ കാണിച്ചിട്ട് അവിടെ പരിപാടി വെച്ചതാണ്. യഥാർത്ഥത്തിൽ സെക്രട്ടേറിയറ്റിലാണ് ഈ പരിപാടി സാധാരണ നടക്കാറുള്ളത്. അപ്പോൾ ഗവർണർ കൂടി സർക്കാരിൻ്റെ ഭാഗമായി തന്നെ പരിഗണിച്ചുകൊണ്ടാണ് കൃഷി വകുപ്പ് തന്നെയാണ് രാജ്ഭവനിൽ നടക്കട്ടെ എന്ന് തീരുമാനിച്ചത്. അപ്പോൾ സാധാരണഗതിയിൽ അത്തരം പരിപാടികളൊന്നും രാജ്ഭവനിൽ നടത്തേണ്ട പരിപാടികൾ മാത്രം രാജ്ഭവനിൽ ഞങ്ങളെ സംബന്ധിച്ച് വരുന്നുള്ളൂ. ഇപ്പോൾ ഏതെങ്കിലും സത്യപ്രതിജ്ഞകൾ വരാം, അല്ലെങ്കിൽ മറ്റ് ഔദ്യോഗികമായിട്ടുള്ള ചില കാര്യങ്ങൾ വരാം. അത്തരം നടപടികൾ മാത്രമാണ് സാധാരണ രാജ്ഭവനിൽ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് രാജ്ഭവനിൽ നടക്കേണ്ട കാര്യങ്ങൾ അത്തരം പരിപാടികളായിരിക്കും അവിടെ വരിക. അവിടെ സ്വാഭാവികമായിട്ടും അതിന് ഒരു നടപടിക്രമം ഉണ്ടാകും. ദേശീയഗാനം പാടി തുടങ്ങുക, അവസാനിപ്പിക്കുക, അത് എങ്ങനെയായിരിക്കണം, അതെല്ലാം തന്നെ നിയതമായിട്ടുള്ള രീതികളുള്ള ചടങ്ങുകൾ തന്നെയാണ്. ആ ചടങ്ങുകൾ അങ്ങനെ തന്നെ നടത്താനാണ് ആരായാലും കഴിയുകയുള്ളൂ. അതായത് സർക്കാരിൻ്റെ നിലപാട് വളരെ ക്ലിയറാണ്. ഔദ്യോഗിക സ്വഭാവത്തിനുള്ളത് ഭരണഘടനാദത്തമല്ലാത്ത എന്ന് ഇതിനകം സർക്കാർ പറയുന്ന കാര്യങ്ങളെ എന്തായാലും അംഗീകരിക്കില്ല. അല്ല, അത് പൊതുവായ കാര്യമാണല്ലോ, എല്ലാവരും ചെയ്യേണ്ട കാര്യമാണല്ലോ. ഇപ്പോൾ നമുക്ക് നമ്മുടെ രാഷ്ട്രീയ നിലപാട് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ നടത്തുന്ന ചടങ്ങിൽ നമ്മുടെ അഭിപ്രായം വയ്ക്കാൻ പറ്റില്ല. പിന്നെ ഇതിൽ തന്നെ സ്വാതന്ത്ര്യ സമര ഘട്ടത്തിൽ ഭാരതാംബ ഇതുവരുടെ ചിത്രം കൊണ്ടുവരുമ്പോൾ അതിനകത്ത് ത്രിവർണ്ണ പതാകയുണ്ട്. പക്ഷേ RSS ത്രിവർണ്ണ പതാകയെ അംഗീകരിച്ചിരുന്നില്ല. തന്നെ ഒരു അപശകുനമാണ്, ഇത് ഒരു ശരിയായ ചിഹ്നമല്ല എന്ന് അന്നേ തന്നെ ആ ഒരു RSSൻ്റെ മുഖപത്രം ദേശീയ പതാക അംഗീകരിച്ചതിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുള്ളതാണ്. പിന്നെ കാവി എന്നുള്ളത് ഒരു കാലത്തും ഇപ്പോൾ ഭഗവത്ഗീത നോക്കുകയാണെങ്കിൽ മഹാഭാരതം അതിലൊന്നും തന്നെ അന്ന് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ചർച്ചകൾ ഇത് വരുന്നുണ്ട്. വെള്ളക്കൊടിയായിരുന്നു അന്നത്തെ അർജുനൻ്റെ രഥത്തിൻ്റെ കൊടി എന്നുള്ളത് ഉൾപ്പെടെ ഭരണഘടനാ അസംബ്ലി ചർച്ചകൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ത്രിവർണ്ണ പതാക RSS അംഗീകരിച്ചിരുന്നില്ല, പക്ഷേ ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ചത് ത്രിവർണ്ണ പതാകയാണ്. ആ ത്രിവർണ്ണ പതാക മാറ്റി ഒരു കാവിക്കൊടി അതിനകത്ത് വെച്ചുകൊണ്ട് ഭാരതാംബ കൊണ്ടുവരിക എന്ന് പറയുന്നതും തെറ്റാണ്. എന്നാൽ ഈ ചിഹ്നവും നമ്മുടെ ഭരണഘടനാപരമായി നിൽക്കുന്ന കാര്യമല്ല. അപ്പോൾ അത് തെറ്റായ നടപടിയാണെന്നുള്ളത് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അത് രാജ്ഭവൻ തിരുത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ ഭരണഘടനാനുസൃതവും നിയമാനുസൃതവുമായി നടത്താൻ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അതായത് ഈ കാര്യത്തിൽ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വാദത്തിന് അങ്ങയുടെ ഒരു പ്രതികരണം ഞാൻ ചോദിക്കുകയാണ്. അതായത് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ മൗനം തുടരുന്നു. ഇപ്പോൾ കൃഷി വകുപ്പ് കൃത്യമായ, അല്ലെങ്കിൽ കൃഷി മന്ത്രി ഒരു നിലപാട് സ്വീകരിക്കുന്നു, മറ്റ് മന്ത്രിമാരുമൊക്കെ അവരുടേതായ നിലപാടുകൾ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും മുഖ്യമന്ത്രി അതിൽ പ്രത്യേകിച്ചൊരു നിലപാടും പറഞ്ഞില്ല, മൗനമാണ്. അത് അങ്ങനെയൊരു ടഗ് ഓഫ് വാറിലേക്കൊന്നും പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് തുടങ്ങിയുള്ള രാഷ്ട്രീയ വിമർശനങ്ങളാണ് ഉറപ്പായും. അതിനെന്താണ്? അത് ബോധപൂർവമായിട്ട് വരുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഒരു നിലപാടല്ലാതെ ഞങ്ങൾ മന്ത്രിമാർ നിലപാട് വ്യക്തമാക്കുക. പിന്നെ മുഖ്യമന്ത്രി പറയേണ്ട സമയത്ത് അഭിപ്രായങ്ങൾ പറയുന്ന രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആ ഘട്ടത്തിലെല്ലാം തന്നെ അദ്ദേഹം ആ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ചിലർ CPIക്ക് എതിർപ്പ്, CPM അങ്ങനെയല്ല. ഇത് CPIയുടെ കൃഷി വകുപ്പല്ലേ ഇത് രാജ്ഭവനത്തിൽ നടത്താൻ തീരുമാനിച്ചത്. കാരണം അത് അവരുടെ അവരുടെ വകുപ്പിൻ്റെ പരിപാടിയാണല്ലോ. അത് സെക്രട്ടേറിയറ്റ് നടത്തേണ്ട പരിപാടിയല്ലേ. അവർ രാജ്ഭവന് നടത്താൻ തീരുമാനിച്ചു. അത് നല്ല ബന്ധത്തിൽ പോകട്ടെ എന്ന പൊതുവായിട്ടുള്ള ഒരു നിലപാടിൻ്റെ ഭാഗമാണ്. അല്ലെങ്കിൽ എല്ലാ വർഷവും മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ നടത്തുന്ന പരിപാടി അവിടെ നടത്തേണ്ട കാര്യമില്ലായിരുന്നു.
പക്ഷേ ഞങ്ങൾ പൊതുവേ സ്വീകരിക്കുന്ന സമീപനം ഗവർണർ കൂടി ഇതിൻ്റെ ഭാഗമാണ് എന്ന് കണക്കാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് CPIക്ക് തുടക്കം മുതൽ ഗവർണറോട് എതിർപ്പുണ്ട്, ഇപ്പോൾ ഈ പ്രശ്നം വന്നപ്പോൾ അവർ ശക്തമായി, അങ്ങനെയല്ല ഞാൻ കണ്ടത്. ഗവൺമെൻറ് പൊതു സമീപനമാണ് ഗവർണറുമായിട്ട് തന്നെ ഭരണഘടനാപരമായി യോജിച്ചു പോകുന്നത്. ഗവർണറുമായിട്ട് എപ്പോഴും തർക്കമുണ്ടാക്കണമെന്ന് കരുതുന്നവരല്ല, ഒരു ഭരണ സംവിധാനം അങ്ങനെ കരുതില്ല. ഭരണഘടനാനുസൃതമായി ഗവർണർ നിർവഹിക്കേണ്ട ചുമതലകളുണ്ട്, സർക്കാർ നിർവഹിക്കേണ്ട ചുമതലകളുണ്ട്. ആ ചുമതലകൾക്കകത്തും ഇന്ന് രണ്ട് കൂട്ടരും പ്രവർത്തിക്കേണ്ടതുണ്ട്. അതാണ് മുഖ്യമന്ത്രിയുടേതായാലും സർക്കാരിൻ്റേതായാലും പൊതു സമീപനം എന്നുള്ളത്. അതിൽ നിന്ന് എപ്പോൾ വ്യതിചലിക്കുന്നുവോ ആ വ്യതിചലിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കും. അത് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കേണ്ട സന്ദർഭങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്, ഗവൺമെൻറ് മന്ത്രിമാർ നിലപാട് വ്യക്തമാക്കേണ്ട സന്ദർഭത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനകത്തും കൃഷി വകുപ്പ് മന്ത്രിയായാലും ഞാനായാലും മറ്റു മന്ത്രിമാരായാലും എല്ലാവരും പറയുന്നത് മുഖ്യമന്ത്രി കൂടി എടുക്കുന്ന നിലപാടിൻ്റെ കൂടി ഭാഗമായിക്കൊണ്ടാണ്. അതിപ്പോൾ പ്രതിപക്ഷത്തിന് മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ട് അവരുടെ ഒരു നിലപാട് ഇപ്പോൾ നന്നായി ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. അവരാണല്ലോ കേരളത്തിൽ ഈ മലപ്പുറം ജില്ല വേണ്ട എന്ന് പറഞ്ഞ് ജനസംഘവുമായി ചേർന്ന മുന്നണി കൂട്ടുകെട്ട് ഇപ്പോൾ ചർച്ച ചെയ്യാണല്ലോ. അവരാണല്ലോ BJPയുമായൊരു മുന്നണി ഉണ്ട് എന്ന് ആം ആദ്മി പാർട്ടി തന്നെ ഡൽഹിയിൽ പരസ്യമായി പറഞ്ഞത്. കാരണം അരവിന്ദ് കെജ്രിവാളിനെതിരെ അദ്ദേഹത്തെ ജയിലിലടച്ച പരാതി കോൺഗ്രസ് നൽകിയ പരാതിയാണല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ അവരിങ്ങനെ പറയുന്നു എന്നല്ലാതെ അതിനത്ര ഗൗരവം കാണേണ്ടതില്ല. ഈ അതിൽ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് മൗനമാണ്, അപ്പോൾ അതുകൊണ്ട് ഗവർണറുമായി തർക്കത്തിന് പ്രശ്നത്തിന് പോകാൻ മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ല എന്ന വാദമാണ് അവർ. ഞങ്ങളുടെ സമീപനം ഒരു കൂട്ടായ സമീപനമാണ്. അത് മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്നതാണല്ലോ ഈ സർക്കാർ. കൃഷിമന്ത്രി പറഞ്ഞ അഭിപ്രായം ഇതേ ഏകദേശം സമാന അഭിപ്രായമാണല്ലോ. ഞാൻ പറഞ്ഞത് സമാന അഭിപ്രായമാണല്ലോ അദ്ദേഹവും പറഞ്ഞത്. അത് മുഖ്യമന്ത്രി കൂടി ഞങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യം തന്നെയാണല്ലോ. അതല്ലാതെ ഓരോ മന്ത്രിമാരും സ്വതന്ത്രമായി ഓരോരുത്തരുടെ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിൻ്റെ രീതിയല്ല ഇടതുപക്ഷത്തിനുള്ളത്. മന്ത്രിമാർ സ്വീകരിക്കുന്ന മുന്നണി നിലപാടും ഗവൺമെൻറ് നിലപാടും തന്നെയാണ്. അത് മുഖ്യമന്ത്രി പറയേണ്ട സന്ദർഭത്തിൽ മുഖ്യമന്ത്രി ശക്തമായി തന്നെ പറയും. മറ്റ് കാര്യങ്ങൾ പ്രതികരിക്കേണ്ട സന്ദർഭങ്ങളിൽ ഞങ്ങൾ പ്രതികരിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങളും അക്കാര്യങ്ങൾ പ്രതികരിക്കുകയും ചെയ്യും. പിന്നെ ഗവൺമെൻറ് സമീപനം ഗവർണറുമായിട്ട് എപ്പോഴും BJP ഗവൺമെൻറ് നിയമിക്കുന്ന ഒരു ഗവർണറാണ്, അതുകൊണ്ട് അദ്ദേഹവുമായി എപ്പോഴും തർക്കിച്ച് പോകണം നിലപാട് ഞങ്ങൾക്കില്ല. ഭരണഘടനാനുസൃതം ഗവർണർ പ്രവർത്തിക്കണം. എപ്പോൾ അതിന് വിരുദ്ധമാകുന്നോ അപ്പോൾ ആ പ്രശ്നത്തെ ഞങ്ങൾ എതിർക്കും. ആ പ്രശ്നത്തോട് ശക്തമായി വിയോജിപ്പ് രേഖപ്പെടുത്തും. അതാണ് എല്ലാ കാലത്തും നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അതേ നിലപാട് തന്നെയാണ് ഈ പ്രശ്നത്തിനകത്തുള്ളത്. അതാണ് മന്ത്രി P. രാജീവ് ഈ വിവാദങ്ങളിൽ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു.